നമ്മുടെ രാജ്യത്തിൻ്റെ പേര് എന്താവണമെന്ന് ഭരണഘടനയ്ക്കകത്ത് ചർച്ച വന്നപ്പോൾ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നാണ് പറഞ്ഞത്. ആദ്യം ഉച്ചരിച്ചത് ഇന്ത്യ എന്ന പദമാണ്, ഭാരതം എന്ന പദമല്ല. ഭാരതം എന്ന പദം ബഹുസ്വരതയ്ക്ക് വിരുദ്ധമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഭാരതം എന്ന പദത്തെക്കാൾ ഗംഭീരമായി ബഹുസ്വരത അടങ്ങിയിരിക്കുന്നത് ഇന്ത്യ എന്ന പദത്തിലാണ്. ഇന്ത്യ എന്ന വാക്ക് ഇൻഡസ് നദിയുമായി, സിന്ധു നദിയുമായി ബന്ധപ്പെട്ടാണ്. അതിനെ ഹ എന്നുച്ചരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഗ്രീക്കുകാർ ഇ എന്നുച്ചരിച്ചു. എ എന്നുച്ചരിച്ച ലാറ്റിൻ പദമുണ്ട്, ഇന്ത്യ, ഇന്ത്യ, വൈ എന്ന വാക്കുച്ചരിച്ചു. നോക്കൂ, ഇന്ത്യ എന്നൊരു പദത്തിനകത്ത് തന്നെ ഗ്രീക്ക് അടങ്ങിയിരിക്കുന്നു, ലാറ്റിൻ അടങ്ങിയിരിക്കുന്നു, പേർഷ്യൻ അടങ്ങിയിരിക്കുന്നു, നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യം അടങ്ങിയിരിക്കുന്നു. ഭാരതം ഭരതവംശം എന്ന അർത്ഥത്തിലോ രാമൻ്റെ അനുജൻ ഭരതനുണ്ടായ ഇടം എന്ന അർത്ഥത്തിലോ ഒക്കെയാണ് അത് ഉപയോഗിക്കുന്നത്. അത് വേണം, അർത്ഥത്തിൽ മിത്തിക്കലാണ്, ഒരർത്ഥത്തിൽ മതപരവുമാണ്. കുറെ കൂടി ഇന്ത്യയുടെ പാരമ്പര്യത്തിന് യോജിക്കുന്ന വാക്ക്, പേര് എന്ന് പറയുന്നത് ഇന്ത്യ എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് തന്നെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് പറഞ്ഞത്.